എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തു വന്ന 2 ക്രിക്കറ്റ് അപ്ഡേറ്റ്സുകൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് T20 ലോകകപ്പുമായി ബന്ധപ്പെട്ടതാണ്. 2024 T20 ലോകകപ്പിനുള്ള ഗ്രൂപ്പുകളും ഷെഡ്യൂളും പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യ ഗ്രൂപ്പ് എയിൽ ആണ്. പാകിസ്ഥാനും ഇതേ ഗ്രൂപ്പിലാണ്. ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ-പാക് പോരാട്ടം നടക്കുക ജൂൺ 5-നാണ്. ഇന്ത്യയ്ക്ക് ഗ്രൂപ്പിൽ പാകിസ്ഥാൻ ഒരു വെല്ലുവിളിയാണ്. അയർലൻഡും ഇന്ത്യയെ വിറപ്പിക്കാൻ ഗ്രൂപ്പിലുണ്ട്. അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായാണ് ഇത്തവണത്തെ T20 ലോകകപ്പ് നടക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങൾക്കും അമേരിക്കയാണ് വേദിയെന്നത് ആശ്വാസമാണ്. 9 വേദികളിലായി 55 മത്സരങ്ങളാണ് നടക്കുന്നത്. ഗ്രൂപ്പുഘട്ട മത്സരങ്ങൾ ജൂൺ 1 മുതൽ 18 വരെയാണ് നടക്കുന്നത്. സൂപ്പർ 8 മത്സരങ്ങൾ 19 മുതൽ 24 വരെ നടക്കുമ്പോൾ സെമി 26-നും 27-നും നടക്കും. 29-നാണ് ഫൈനൽ. ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം ജൂൺ 9-ന് ന്യൂയോർക്കിൽ നടക്കും. ഇന്ത്യയുടെ ആദ്യ മത്സരം 5-ന് അയർലൻഡിനെതിരെയാണ്. 9-ാം തീയതി പാകിസ്ഥാനെ നേരിടുമ്പോൾ 12-ാം തീയതി യുഎസ്എയും 15-ാം തീയതി കാനഡയും ഇന്ത്യ നേരിടും. താരതമ്യേന എളുപ്പമുള്ള ഗ്രൂപ്പിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ, പാകിസ്ഥാൻ, അയർലൻഡ്, കാനഡ, അമേരിക്ക എന്നിവരാണുള്ളത്. ഗ്രൂപ്പ് ബിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, നമീബിയ, സ്കോട്ട്ലൻഡ്, ഒമാൻ എന്നിവരാണുള്ളത്. അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ആരൊക്കെയാവും ഇടം പിടിക്കുകയെന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. അതിൽ തന്നെ എല്ലാവരും ഒത്തുനോക്കുന്നത് സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാകുമോ എന്നാണ്. യുവ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവായിരിക്കും ലോകകപ്പ് സ്ക്വാഡിലെ ശ്രദ്ധേയമായ കാര്യം. അങ്ങനെയാണെങ്കിൽ സഞ്ജു സാംസന്റെ അവസരം നഷ്ടമാകുമെന്നാണ് പലരും പറയുന്നതെങ്കിലും സഞ്ജുവിന് സാധ്യതകൾ ഏറെയാണ്. കാരണം അഫ്ഗാനിസ്ഥാനുമായുള്ള പരമ്പരയിൽ സഞ്ജു ഉണ്ടാകാനാണ് സാധ്യത. ആ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് ആയാൽ ലോകകപ്പ് ടീമിൽ ഇടം ലഭിക്കും. മാത്രവുമല്ല വരുന്ന IPL മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ആയാൽ സഞ്ജുവിന് ലോകകപ്പിൽ ടീമിൽ എത്താൻ പറ്റുമെന്നാണ് റിപ്പോർട്ട്. ഇത് സഞ്ജു ആരാധകർക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. സഞ്ജു ടീമിൽ ഉണ്ടായാൽ അത് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.